പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ന്യൂ ഇയറൊക്കെ അടിച്ചു പൊളിച്ചല്ലോ അല്ലേ? അപ്പോൾ നമ്മളും ന്യൂ ഇയറൊക്കെ അടിച്ചു പൊളിച്ചു. അപ്പോൾ ന്യൂ ഇയർ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് കണ്ടാലോ? അപ്പോൾ ന്യൂ ഇയറിന് ഇവിടെ ഫയർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോകാനായിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ നല്ല ബെസ്റ്റ് ചിക്കൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അവിടേക്കാണ് പോയത്. നമ്മൾ ഇതുവരെ ഈ റെസ്റ്റോറൻറ്റിൽ പോയിട്ടില്ല, അപ്പം അങ്ങോട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഇത്തവണ എന്താ പറയുക, കുട്ടികൾക്ക് ഏതാണ് ഇഷ്ടമുള്ളത് അത് തന്നെ മേടിക്കാന്ന് വെച്ചു. ആദ്യത്തെ ഒരു ദിവസമല്ലേ, അപ്പോൾ അവരുടെ മകർക്കുണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ളത്. മോൾക്കിപ്പോൾ ബർഗറാണ് ഇഷ്ടം, അപ്പോൾ മോൾക്ക് ബർഗർ ടൈപ്പ് മേടിച്ചു. അപ്പോൾ മോനും മോളും അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും പിന്നെ പൊറോട്ട വന്നപ്പോൾ പിന്നെ മോന് അത് മതി. അതുപോലെ കുഞ്ഞുമോൾക്കാണെങ്കിൽ എല്ലാതും കഴിച്ചു. പിന്നെ അങ്ങനെ അമ്മയ്ക്ക് റൈസ് മേടിച്ചപ്പോൾ അതിൽ നിന്ന് കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോഴേക്കും ഹാപ്പി ആയിട്ടുള്ളത്. ആക്ച്വലി എന്താഘോഷം ഉണ്ടെങ്കിലും ഫുഡ് മസ്റ്റാണല്ലേ. ഫുഡ് നന്നായി കഴിഞ്ഞാൽ തന്നെ മനസ്സ് പകുതി തെളിഞ്ഞു, അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളില്ലേ. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം, നല്ല തിരക്കാണ്, ഭയങ്കര ട്രാഫിക്കാണ്. എവിടേക്കാണ് പോകേണ്ടത് സത്യം പറഞ്ഞാൽ ഐഡിയില്ല. ഞങ്ങൾ ഗൂഗിളിൽ നോക്കുകയാണ് ചെയ്തത്, പല സ്ഥലത്തുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഉച്ചയ്ക്ക് നേരത്തെ പോകണം, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പണ്ട് പോകാറുള്ള സ്ഥലത്തൊക്കെ. അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്കാരില്ല, എത്താണ് എല്ലാവരും വെക്കേഷനായിട്ട് പോയിരിക്കുക. അപ്പം അങ്ങനെ ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ അവിടേക്കാണ് കേട്ടോ പോയത്. നോക്കിക്ക് അവിടുത്തെ കണ്ട ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് തുടങ്ങിയിട്ടോ, ബാക്കി നമുക്ക് കേൾക്കാമല്ലേ. ഇവിടെ നോർമൽ ടൈപ്പ് ഉള്ളു കേട്ടോ, അധികം നേരം ഒന്നുമില്ല. പക്ഷെ ഉള്ളത് നല്ല ക്ലിയർ ആയിട്ട് കാണാനും പറ്റി, നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങും കാര്യങ്ങളും കേട്ടോ. പിള്ളേർ നമ്മൾ പോകാൻ വേണ്ടി കാത്തിരിക്കും. സത്യം പറഞ്ഞാൽ പിള്ളേർ എങ്ങനെ പിടിച്ചിരുന്നത്, പക്ഷെ അപ്പോഴേക്കായി. എങ്ങനെ പറ്റുള്ളൂ?
അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്തൊരു പാർക്കുണ്ട്. അവിടെ കുറേ നേരം വിളിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. കാര്യം കണ്ടല്ലോ, ഇത്രയും ട്രാഫിക്കല്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് കാറിലിരുന്ന് ചുമ്മാ ഇരിക്കണേക്കാളും ഭേദം എന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും നല്ല ഇങ്ങനെ തണുപ്പിലേക്ക് അങ്ങനെ ഇറങ്ങി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് നല്ല ലേറ്റായിട്ടാണ് വന്നത്. കയറുമ്പോഴേക്കും എല്ലാവരും